അത് ചതുരപ്പുളി എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുളിയാണത്. വളരെയധികം ഗുണമുള്ള ഒരു പുളിയാണത്. അപ്പം നമുക്ക് അതുകൊണ്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് ഞാനൊരു 5 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞെടുത്തത്, കുറച്ച് ഐസ് ക്യൂബ്സ്, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് ഈ പുളിയുടെ ഈ അറ്റം ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അധികം കട്ട് ചെയ്യണ്ട, ഈ അറ്റം മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റാർ ഫ്രൂട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുരു ഉണ്ടാവും ചിലതിനൊക്കെ. അതിപ്പോൾ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഇനി അല്പം വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കരുത്, ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീര് ഒഴിക്കാം. പകുതി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി അല്പം വെള്ളം കൂടെ, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്റ്റാർ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. നല്ല മധുരമായിരിക്കും. പക്ഷേ ഇതിൻ്റെ പച്ച ഉണ്ടല്ലോ, അത് നമുക്ക് കറി വയ്ക്കാനും അച്ചാറിടാനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ജ്യൂസ് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.